ഇതേ പൊന്നു, ടൂറ് പോകുന്നതൊക്കെ കൊള്ളാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആവശ്യമില്ലാത്ത അവിടുന്ന് ഇവിടുന്ന് ഫുഡൊന്നും മേടിച്ച് കഴിക്കരുത്. പുറത്തുനിന്നുള്ള ഒരൊറ്റ ഫുഡും മേടിച്ച് കഴിക്കരുത്. 5 ദിവസത്തേക്കുള്ള ഫുഡ് ഞാൻ പൊതിഞ്ഞ് കെട്ടിത്തരും, അതുകൊണ്ട് പോയാൽ മതി. പിന്നെ അവിടെ ഇവിടെയും ചെന്ന് വായി നോക്കിക്കൊണ്ട് നിൽക്കരുത്. ആരെങ്കിലുമൊക്കെ പിടിച്ചോണ്ട് പോയിട്ട് പിന്നെ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് നിനക്കറിയാമോ എൻ്റെ പൈസയൊന്നുമില്ല, ഞാൻ പൈസയൊന്നും കൊണ്ട് പുറകെ നടക്കത്തൊന്നുമില്ല. അതുകൊണ്ട് പിള്ളേരോടൊപ്പം കൂട്ടുകാരോടൊപ്പം ടീച്ചേഴ്സിൻ്റെ കൈവിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകരുത്. എല്ലാ 2 മിനിറ്റ് കൂടുമ്പോഴും ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും, ഫോൺ എടുക്കണം. അതിനാണ് നിനക്ക് ഫോൺ തന്നു വിട്ടിരിക്കുന്നത്. ഓക്കെ, വിളിച്ചിട്ട് അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ എന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അവിടുന്ന് ഇവിടുന്ന് കണ്ട് ചപ്പ് ചവറ് വെള്ളമൊന്നും മേടിച്ച് കുടിക്കരുത്. ടാങ്ക് നിറച്ചും വെള്ളം ഞാൻ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ടൂറിസ്റ്റ് ബസ്സിൻ്റെ ബാക്കിലെടുത്ത് വെച്ചേക്ക്, അത് കുടിച്ചാൽ മതി. പിള്ളേരും പെൺപിള്ളേരുമായിട്ട് ഒരുമിച്ചൊന്നും ഇരുന്നൊന്നും പോകുമൊന്നും വേണ്ട. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ദൂരെ നിന്ന് നടന്നാൽ മതി. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മറ്റേ ഇങ്ങനെ ആംഗ്യം കാണിച്ചാൽ മതി. അവന്മാരോട്ടൊന്നും കൂടുതൽ ചേർന്ന് കമ്പനി അടിച്ച് പോകുമെന്ന് വേണ്ട. ഇവിടുന്ന് വേണമെങ്കിൽ ടോയ്ലറ്റിലൊക്കെ പോയിക്കണം. പോകുന്ന വഴിക്ക് അവിടെ ചെന്ന് നിന്നിട്ട് ചുമ്മാ വണ്ടി നിർത്തി പെട്രോൾ പമ്പിൽ കയറി മൂത്രം ഒഴിക്കാനൊന്നും നിൽക്കരുത്. കേട്ടാൽ പിന്നെ അവിടെ ഇവിടേക്ക് ക്യാമറ വെച്ചിരിക്കുന്നതാണ്, പറഞ്ഞില്ലെന്ന് വേണ്ട. പിന്നെ വെള്ളത്തിലൊന്നും കളിക്കാനൊന്നും പോകണ്ട, വെള്ളമൊക്കെ പന്നലൊക്കെയാണ്. ആവശ്യമില്ലാത്ത റൈഡിലൊന്നും പൊങ്ങി കയറൊന്നും വരുത്. അതിന് മണ്ടേ അങ്ങനെ താഴെ വീണിട്ട് എനിക്ക് നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് കിടക്കാനൊന്നും വയ്യ. ഞാൻ പറഞ്ഞേക്കാം, പോകുക, എല്ലാവരോടൊപ്പം ചെന്ന് നിൽക്കുക, തറയിൽ നിന്ന് എല്ലാം കാണുക, എല്ലാം ഇങ്ങനെ ആസ്വദിക്കുക. ആസ്വദിക്കാൻ പറ്റില്ലെങ്കിൽ റൂമിൻ്റെ അകത്തിരുന്ന് ഫോണിനകത്ത് എല്ലാം നോക്കുക, തിരിച്ചു വരിക. അതിനപ്പുറം നോ പരിപാടി. ഓക്കെ, പറഞ്ഞു കേട്ടല്ലോ.